ഹായ് എവരിവൺ, വെൽക്കം ടു എനിത്തിങ് ഓൺ വീൽസ്. ഇതിൻ്റെ 2011 അവഞ്ചർ ആണ്. ഇന്ന് ഇതുമ്മേ കുറച്ച് വർക്കുണ്ട്, അത് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിലൊരു വ്ളോഗായി മാറ്റാം എന്ന് കരുതി. ഓൾസോ ഞാനിത് എന്തുകൊണ്ടായി ലൈക്ക് ദിസ് ബൈക്ക് അലോട്ട് എന്നുള്ളതും സംസാരിക്കാമെന്ന് കരുതിയതാണ്. സോ ഇന്നത്തെ വർക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ ഒരു ഇൻഡിക്കേറ്റർ പൊട്ടിയിട്ടുണ്ട്. ഇത് പൊട്ടിയത് ഇത് മാറ്റണം. പുതിയൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പോൾ ഈ പൊട്ടിയ ഇൻഡിക്കേറ്റർ ഇതൊന്ന് മാറ്റണം, അതൊന്ന്. പിന്നെ ഒരു എയർ ഫിൽറ്റർ മാറ്റാനുണ്ട്. പിന്നെ ചെയിൻ ലൂബ് ചെയ്യണം. അങ്ങനെ കുറച്ച് പ്ലാനിലാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എയർ ഫിൽറ്റർ മാറ്റാം. അതിനാദ്യം ഈ ബോക്സ് ഊരണം. ഈ 2 സ്ക്രൂ ആണ് ഊരേണ്ടത്. സോ ഇതിപ്പോൾ ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻ്റ് ഒരു ഗ്രൗണ്ടാണ്, അങ്ങോട്ടൊന്ന് മാറി നിന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. സാധാ പാർക്ക് ചെയ്യുന്ന അവിടെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ വന്ന് പോയി റഷ് ഉണ്ടാവും. ഇപ്പോൾ വീഡിയോയുടെ വോയിസും എനിക്ക് അതിൻ്റെ ഇടയിൽ സംസാരിക്കാനുള്ള മടിയുമൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഈ ബജാജ് അവഞ്ചറിൽ കുറച്ച് സ്ക്രൂസ് കുറച്ച് കൂടുതലാണ്. അതെന്താ ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇതല്ല, ഇനി ഇൻഡിക്കേറ്റർ മാറ്റുമ്പോഴാണ് ഒറിജിനൽ സ്ക്രൂസിൻ്റെ പ്രശ്നം മനസ്സിലാവുക. ഇതൊരു 10mm ബോൾട്ടാണ്. ഇത് 2 ബോൾട്ടിൻ്റെ 10mm. 2 ഊരിയാൽ ഈ ബോക്സ് പൂരുള്ളൂ. 10mm 2 ബോൾട്ടും ഊരി ഇനി ബോക്സ് കിട്ടേണ്ടതാണ്. യെസ്, ഓക്കെ. സോ ഇതാണ് ഇതിൻ്റെ നിലവിലുള്ള എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ. ഇത് ഫുള്ളി ഡസ്റ്റിയാണ്. ഈ സാധനമാണ് നമ്മൾ മാറ്റുന്നത്. ഈ ബോക്സിലൊക്കെ അത്യാവശ്യം ഡസ്റ്റ് ഉണ്ട്. ഇത് കുറച്ച് കാലമായി എയർ ഫിൽറ്റർ മാറ്റിയിട്ടെന്ന് തോന്നുന്നുണ്ട്. സോ ഞാൻ ഇതെന്തായാലും മാറ്റുന്ന പോകുന്നതായതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ ഒന്ന് ഫുള്ള് തുടച്ച് വൃത്തിയാക്കാണ് ബോക്സ് മൊത്തം. സോ ഇതിലൂടെയാണ് എയർ വരിക. ഇതിൽ കൂടി കയറി ഇതാണ് എൻജിനിക്ക് പോകുന്ന സൈഡ്. ഇതാണ് നമ്മുടെ പുതിയ എയർ ഫിൽറ്റർ. ഇത് പൊട്ടിച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. സോ ഇത് ആണ് ഇവിടെ. ഇപ്പോൾ നമ്മളെ പുതിയ എയർ ഫിൽറ്റർ അത് ക്ലീനാണ്. ഒന്ന് കമ്പയർ ചെയ്യാം. ഇതാണ് നമ്മുടെ 2 എയർ ഫിൽറ്റർ, പുതിയതും പഴയതും. ഇത് പഴയതാണ്. സോ നിങ്ങൾക്ക് കാണാം ഡിഫറൻസ്. സാധാരണ ശരിക്കും എയർ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു ഓയിൽ കുറച്ച് ആക്കുന്ന പരിപാടിയുണ്ട്. അതായത് ഇത് ഞാൻ പറഞ്ഞ പോലെ ഇതാണ് എക്സിറ്റ് വരിക. അതായത് എൻജിൻക്ക് ഇവിടെ നിന്നാണ് പോകുന്ന സൈഡ്, എൻജിന്മൊക്കെ പോകുന്ന എയർ കോണ്ടാക്ട് ചെയ്യുന്ന സൈഡ് ഇതാണ്. ഇവിടെ നിന്നാണ് ഔട്ട് സൈഡ്, അത് പുറത്തുനിന്ന് വരുന്ന കാറ്റ് ഇവിടെ നിന്നാണ്. അപ്പോൾ ഈ സൈഡിൽ ഒരു എയർ ജസ്റ്റ് ഒന്ന് ഈ സൈഡിലവിടെ കുറച്ചൊന്ന് ഓയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യും. വല്ല എന്താ പറയുക, സ്പ്രേ ഓയിലാണ് നല്ലത്. മറ്റേത് അതിൻ്റെ ഡെൻസിറ്റി കൂടും. സ്പ്രേ ഓയിൽ നിന്ന് സ്പ്രെഡ് ചെയ്യും. പക്ഷേ എൻ്റെ അടുത്ത് അതിപ്പോൾ ഇല്ല. ഇറ്റ്സ് ഓക്കെ. ഓൾസോ അതില്ലാതെ ചെയ്യാനും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, കാരണം സ്പ്രേ ഓയിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. ബെറ്റർ ദിസ് വേ. ഇതിൻ്റെ ഓൾറെഡി ഇവിടെയൊക്കെ തന്നെ ഓയിൽ ഉണ്ടായത് കൊണ്ടും ഇറ്റ്സ് ഫൈൻ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇനി ഞാനിത് ഇൻസേർട്ട് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ ഇത് പരിപാടി. ഞാൻ ഓയിൽ എന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ ആണെങ്കിൽ സ്പ്രെഡ് ചെയ്യാം. സ്പ്രേ ആണെങ്കിൽ നല്ലത്. അല്ല, സാധാ ഓയിലാണെങ്കിലും കുറച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നത്, എന്തിനാണതെന്ന് അറിയില്ല, ചെയ്യുന്ന കാണാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സ്പ്രെഡ് ചെയ്താൽ ഈ ഡേർട്ടെല്ലാം ഓയിലൊന്നുകൂടി ബെറ്റർ ക്യാച്ച് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. ബട്ട് എനിവേ
എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓയിലില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ബോൾട്ട് ബാക്ക് ചെയ്ത് ഇനി നമുക്കിത് തിരിച്ച് ബോക്സ് പിടിപ്പിക്കാം. ഓക്കെ, സോ ഈ ബോക്സ് പിടിപ്പിച്ചു. ഇനി നമ്മൾ ഈ ഔട്ടർ കേസും കൂടി ഇൻസ്റ്റാൾ ചെയ്താൽ മതി. സോ ദെൻ ഇറ്റ്സ് ഡൺ. ഇത് സ്ക്രൂസ് ടൈറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കാം എപ്പോഴും മുതൽ ഊരല്ലതാണ്, ഒരു പാകത്തിന് ടൈറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് എയർ ഫിൽട്ടർ ഇൻസ്റ്റാളേഷൻ ഈസ് ഡൺ. സോ നെക്സ്റ്റ് നമ്മൾ ഇൻഡിക്കേറ്റർ ചേഞ്ച് ചെയ്യാനാണ് പോകുന്നത്. ബട്ട് അതിൻ്റെ മുന്നേ ഈ ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയിൻ ക്ലീനറും ഉണ്ട്, ചെയിൻ ലൂബും ഉണ്ട്. ചെയിൻ ക്ലീനർ ഒന്ന് ഇതിലടിച്ച് വെക്കാം, എന്നിട്ട് ഇൻഡിക്കേറ്റർ മാറ്റിയിട്ട് ചെയിൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ലൂബ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ലൂബർ നല്ലൊന്ന് ഷെയ്ക്ക് ചെയ്ത് ഇത് ക്ലീനറാണ്. സോ ലൂബ് ചെയിൻ ക്ലീനർ നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടൈം കൊണ്ട് ഒരു അരമണിക്കൂർ അത് ഇരുന്ന് കഴിഞ്ഞ് ചെയിൻ ക്ലീൻ ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഒന്ന് ഇൻഡിക്കേറ്റർ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻഡിക്കേറ്റർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഈ സീറ്റ് മൊത്തം ഊരണം. പിന്നെ സീറ്റ് ഊരണം എന്നുണ്ടെങ്കിൽ ചില്ലറ പണിയൊന്നല്ലേനു. ഇതിൽ സീറ്റ് ഊരണം എന്നുണ്ടെങ്കിൽ ഈ 4 സ്ക്രൂ, ഈ 2 സ്ക്രൂ ഇവിടുന്നു, ഇവിടുന്ന് 2 സ്ക്രൂ ഊരണം. ഇതാണ് ഈ വണ്ടിൻ്റെ പ്രോബ്ലം. 4 സ്ക്രൂ ഊരണം. 4 സ്ക്രൂ ആണെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റാണ്. ചിലത് തുറക്കാൻ ഹാമർ കൊണ്ട് 2 കൊടുക്കേണ്ടി വരും. മറ്റേ ഇത് 13 ആണ്, സൈസ് 13 ആണ്. സൈസ് 13 ആ ടീ റഞ്ചിലില്ല. ടീ റഞ്ചിലുണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി എളുപ്പമായിരുന്നു, ബട്ട് ടീ റഞ്ചിലില്ല. ഈ ഒരു സ്ക്രൂ കൂടി ഒന്ന് ലൂസാവുന്നുള്ളൂ. ലൂസാവുന്നുണ്ട്. യെസ്. ഇങ്ങനെ ഹാമർ കൊണ്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ് സൈസ് തന്നെ ഇടണം. ഒരു സൈസ് വലിയ ഇപ്പോൾ നമ്മൾ 4 ബോൾട്ട് ഊരി, ഈ 2 ഊരി, ഇതും ഈ 2 ആ സൈഡ് 2 ഊരി, ഇനി ഈ 2 ബോൾട്ടും കൂടി ഊരിയാൽ ഈ ഫുൾ സെറ്റപ്പ് ഇവിടുന്ന് പോരുള്ളൂ. ഈ ബാക്ക് റെസ്റ്റ് ഇവിടുന്ന് പോരും. അതിന് ശേഷം ഇതിനകത്ത് 2 ബോൾട്ട് ഉണ്ട്, അത് ഊരണം. അപ്പോൾ സീറ്റ് പോരുള്ളൂ. പിന്നെ നമ്മൾ ഇതിൻ്റെ ബോൾട്ട് ഊരി ഇൻഡിക്കേറ്റർ ഊരണം. സോ അതാണ് പ്ലാൻ. ഇത് ബ്രഷ് വെച്ചിങ്ങനെ ക്ലീൻ ചെയ്യാനത് പഴയ ബ്രഷ് വെച്ചിട്ട് ഇതിന് ശേഷം ക്ലോത്ത് വെച്ച് ഇത് ഫുള്ളൊന്ന് റൗണ്ടിൽ തുടച്ചെടുക്കും. പിന്നെ നമ്മൾ ലൂബ് ചെയ്യും. പിന്നെ ഇൻഡിക്കേറ്റർ മാറ്റാൻ കൂടി ഉദ്ദേശമുണ്ട്. ബട്ട് 2 ബോൾട്ട് എന്ത് ചെയ്തിട്ടും അത് ലൂസാവുന്നില്ല. അത് ലൂസാവാൻ കുറച്ച് മടി. അത് ലൂസായാലേ ഇൻഡിക്കേറ്റർ മാറ്റാൻ പറ്റുള്ളൂ. അതായത് സീറ്റ് ഊരണം. ഈ ബജാജിൻ്റെ ഇൻഡിക്കേറ്റർ മാറ്റുന്നുണ്ടെങ്കിൽ സീറ്റ് മൊത്തം ഊരണം. സീറ്റ് ഊരണമെങ്കിൽ 6 ബോൾട്ട് ഊരിയാലുള്ള മറ്റേ ബാക്ക് റെസ്റ്റ് പോരാ. ബാക്ക് റെസ്റ്റ് പോകുന്നതിന് ശേഷം സീറ്റിൻ്റെ 2 ബോൾട്ട് അകത്തുണ്ട്, അത് ഊരിയാലുള്ളൂ സീറ്റ് പോരാ. അപ്പോൾ അത്ര 8 ബോൾട്ട്. പിന്നെ നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ 1 ബോൾട്ട് ഊരുക, 9 ബോൾട്ട് ഊരിയാലുള്ളൂ ഇൻഡിക്കേറ്റർ കിട്ടുക. ബട്ട് ഇന്നെന്തോ
ബാക്ക് റെസ്റ്റ് പോരാൻ താല്പര്യമില്ല. ബാക്ക് റെസ്റ്റ് എത്ര ശ്രമിച്ചിട്ടും 2 ബോൾട്ട് പോരുന്നില്ല. അപ്പോൾ അതിന് വല്ല വർക്ക്ഷോപ്പിലും പോയിട്ട് തന്നെ ചെയ്യണം. ബോൾട്ട് അറ്റ്ലീസ്റ്റ് ലൂസാക്കണം. അല്ലെങ്കിൽ ഇത് ഞാൻ എന്തായാലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വീൽ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വേണം ചേഞ്ച് ചെയ്യണം നോക്കണം. അപ്പോൾ അതിന് പോകുന്നുണ്ട്. സോ ആ സമയത്ത് നമുക്ക് ഇൻഡിക്കേറ്റർ ഫിക്സ് ചെയ്യാൻ കരുതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 2 സ്ട്രോക്കിന് ശേഷം 4 സ്ട്രോക്ക് വന്ന മുതൽ ഒരു ഫ്യൂൽ ഇഞ്ചക്ഷനൊക്കെ എത്തുന്നത് വരെയുള്ള വണ്ടിയാണ് നമുക്ക് ഏറ്റവും സെൽഫായിട്ട് വർക്ക് ചെയ്യാൻ സുഖമായിട്ടുള്ള വണ്ടി. ഏറ്റവും പെട്ടെന്ന് സെൽഫായി വർക്ക് ചെയ്യാൻ പറ്റിയ വണ്ടി ഈ കാലഘട്ടത്തിലുള്ള വണ്ടിയാണ്. കാരണം എന്താ വെച്ചാൽ 2 സ്ട്രോക്കും വർക്ക് ചെയ്യാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ 2 സ്ട്രോക്കിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ അത് പ്രശ്നങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വി ഷുഡ് ബി ഓൺ ടോപ്പ് ഓഫ് അവർ ഗെയിം. ലൈക്ക് അതിനൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. അതോ ഈ സമയത്ത് കൊണ്ടുപോയി നടക്കണമെന്നുണ്ടെങ്കിൽ കമ്മിറ്റ്മെൻറ്റ്, അത്രയും ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. ഫ്യൂൽ ഇഞ്ചക്ഷനും അതിന് ശേഷം വന്നതും ഫുള്ള് ഇലക്ട്രോണിക്കായി മാറി, എല്ലാം ഇലക്ട്രോണിക്കായി മാറി. ഇറ്റ് ഈസ് ഗുഡ് ഫോർ വണ്ടി യൂസ് ചെയ്യുമ്പോൾ കൂട്ടാണ്. ബട്ട് ഞാൻ സെൽഫ് വർക്ക് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായി മാറി വർക്ക് ചെയ്യാൻ. ഇതിലാണെന്നുണ്ടെങ്കിൽ 2 സ്ട്രോക്കിൻ്റെ റിലയബിലിറ്റി ഇഷ്യൂസ് എല്ലാം പോയി കഴിഞ്ഞു. പിന്നെ ഇലക്ട്രോണിക് സൈഡ്സ് എത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലൊരു വണ്ടിയാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വൈകാതെ പ്ലാനിലുണ്ട്. ബട്ട് നോക്കണം. ഒരു 400+ വണ്ടി മാറ്റണം എന്നുള്ള ഉദ്ദേശമുണ്ട്. കുറച്ചും കൂടി മോഡേൺ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശമുണ്ട്. എങ്കിലും ഇത് കൊടുക്കാനൊരു പ്ലാൻ ഇല്ലാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. സ്വന്തമായിട്ട് ഇതിലിങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളത് വീക്കെൻഡിലൊക്കെ ഒരു രസമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞ പോലെ വർക്കിന് ഒരു അറ്റൻഷൻ വേണമെന്നില്ലേനും 2 സ്ട്രോക്കിൻ്റെ ഒക്കെ പോലെ ഒരു അറ്റൻഷൻ വേണമെന്നില്ലേനും നമുക്കൊരു ഫ്രീ തോന്നുന്ന സമയത്ത് അപ്പോൾ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അത്രേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഈ ബജാജ് സ്പെസിഫിക് ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഇതങ്ങനെ ഓടും. ഇടയ്ക്കൊന്ന് വർക്ക്ഷോപ്പിൽ വേണമെങ്കിൽ കൊണ്ടുപോകുന്നില്ല പോലെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പറ്റുന്നെല്ലാം ചെയ്യും. ഒരു പ്രശ്നമല്ല. ഇതുകൊണ്ട് എങ്ങോട്ട് പോകാൻ എനിക്കൊരു പേടിയില്ല. കാരണം ഇത് എന്ത് ബ്രേക്ക് ഡൗൺ ആയാലും എന്നെ കൊണ്ട് തന്നെ ഒരുവിധം ചെറിയ ചെറിയ ഇഷ്യൂസ് എല്ലാം എന്നെ കൊണ്ട് തന്നെ ചെയ്ത് തീർക്കാം എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഒരു സ്പാനർ സെറ്റ്, ഒരു ടൂൾ കിറ്റും, 2 കേബിളും, എക്സെട്ര കേബിളും, ക്ലച്ച് കേബിളും ബാഗിലിട്ട് കഴിഞ്ഞാൽ എനിക്കതുകൊണ്ട് പോകാനൊരു പേടിയില്ല. ഒരുവിധം പരിപാടിയെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്നതൊരു കോൺഫിഡൻസ് എനിക്ക് വണ്ടിയുമുണ്ട്. അതാണ് ഈ കാലഘട്ടത്തിലുള്ള വണ്ടീൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. സോ എയർ ഫിൽറ്റർ മാറ്റി ഒന്ന് ലൂബ് ചെയ്തു. ഈ ഇൻഡിക്കേറ്റർ മാറ്റുന്ന പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് ഈ 2 സ്ക്രൂവിന് പോരാൻ താല്പര്യമില്ല ഇന്ന്. സോ വി ഹാവ് ടു ഡു ഇറ്റ് സം അതർ ടൈം. കുറച്ച് സ്പ്രേ ലൂസ് ചെയ്യല്ല, സ്പ്രേയിൽ അടിച്ചു നോക്കി, ബട്ട് പോരുന്നില്ല. വിൽ സി. സോ ഈ 2 സ്ക്രൂ പോന്നാൽ ഈ ഹെഡ് റെസ്റ്റ് പോന്നിട്ടുള്ളൂ. ഇതിങ്ങനെ സൈഡൊക്കെ വലിഞ്ഞ് പോരാ. സോ അത് പോരാൻ എന്തായാലും പോരാൻ. അതിൻ്റെ മുന്നേ 2 തവണ ഇൻഡിക്കേറ്റർ മാറ്റിയതാണ്. ഇതിപ്പോൾ ലാസ്റ്റ് 1 മാസം മുന്നെയാണ് ഇത് മാറ്റിയത് കേടന്നിട്ട്. ഇത് ഇപ്പോൾ പൊട്ടി എങ്ങനെയാണെന്ന് അറിയില്ല. പാർക്ക് എടുത്ത് പൊട്ടിയതാണ്. ബട്ട് ഇത് ഊരാൻ പറ്റുന്നില്ല. So we'll do that later sometime. So that's it, my thoughts. That's it about this video. Until next time, bye bye. Happy ride.